പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. കൃഷ്ണയും കാവ്യയുമായുള്ള പ്രശ്നങ്ങളെല്ലാം കഴിയുകയും ഇതേ തുടർന്ന് കാവ്യ കൃഷ്ണയുമായി വീണ്ടും പഴയതുപോലെ ജീവിതം ആരംഭിക്കുകയും ചെയ്തതിനെ തുടർന്ന് കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് മനസ്സിലാക്കുകയാണ് ഭരത്. ഇതോടെ ഇനി ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ കൃഷ്ണയെ വെറുപ്പിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കുന്ന ഭരത് ഇതോടെ കൃഷ്ണയെ തല്ലിയതെല്ലാം ഓർക്കുകയും ചെയ്യുന്നു. ഇതേസമയം നീരജ ഭരത്തിനെ കാണാൻ വരികയും കൃഷ്ണയെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് തല്ലിയതും കളിയാക്കിയതുമെല്ലാം ഓർമ്മിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഇതിനെല്ലാം തിരിച്ചടി കിട്ടും എന്നും ഈ വീട്ടിൽ ഇനി കൃഷ്ണയാണ് ഭരിക്കാൻ പോകുന്നത് എന്നും അതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യം ചോദിക്കുകയും ചെയ്യുന്നു. ഈ പറഞ്ഞതിൽ കാര്യമുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഭരത് ഇതേ തുടർന്ന് കൃഷ്ണയെ ചെന്ന് കണ്ട് ക്ഷമ ചോദിക്കാൻ തയ്യാറാവുകയാണ്. കൃഷ്ണയോട് തനിക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് എന്നും തൻ്റെ സഹോദരിയോടുള്ള സ്നേഹം കൊണ്ടാണ് അന്ന് താൻ ദേഷ്യപ്പെട്ടതും തല്ലിയത് എന്നും വ്യക്തമാക്കുകയും തന്നോട് ഇതോടെ ക്ഷമിക്കണം എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഭരത്തിൻ്റെ ഈ ഭാവമാറ്റം നിലനിൽപ്പിന് വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കുന്ന കൃഷ്ണ തൽക്കാലത്തേക്ക് അതെല്ലാം വിട്ടുകളയാൻ താൻ തയ്യാറാണ് എന്ന് അറിയിച്ചിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.